കേരളത്തിൽ മറ്റാർക്കുമില്ലാത്ത ഒരു തലക്കനം കണ്ണൂരിലെ CPIM ജില്ലാ സെക്രട്ടറിക്കുണ്ട്. അത് പാർട്ടി മൊത്തത്തിൽ ചാർത്തി കൊടുക്കുന്ന രീതിയാണ് എന്നുള്ളത് ഒരു കീഴ്വഴക്കം പോലെ. അതാണ് ആ പാർട്ടിയുടെ നയം എന്ന രീതിയിലൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. സഖ്യകക്ഷികൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാകുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ CPI ജില്ലാ സെക്രട്ടറി CPMനെതിരെ തുറന്ന രീതിയിലുള്ള പോരാട്ടത്തിലാണ്. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും CPI വ്യത്യസ്തമായ നിലപാടെടുത്തു. CPIയുടെ സംഘടന ഉദ്യോഗതലത്തിൽ വരെ അതിശക്തമായി CPIMൻ്റെ ദുർനടപടികളെ ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനിടയിലാണ് ഏറ്റവും വലിയ പ്രഹരം MA ബേബി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന ജില്ലാ ഘടകങ്ങളിലെ നേതാക്കൾക്ക് ഒരു താക്കീത് എന്ന രീതിയിലാണ് MA ബേബി വരുന്നത്. താനടക്കമുള്ള നേതാക്കളെ പടിയടച്ച് പിണ്ടം വയ്ക്കാൻ ശ്രമിച്ച പലരും ഇന്ന് CPIMൻ്റെ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്നുണ്ട്. അവർക്കാർക്കും പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു സ്ഥാനത്തേക്കാണ് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് MA ബേബി നടന്നു കയറിയത്. MV ഗോവിന്ദനെ പോലുള്ളവർ കുറേയധികം അപ്പക്കഥകളുമായി ഇറങ്ങുമ്പോൾ അതിനെയൊക്കെ തള്ളി മറിച്ചിട്ടുകൊണ്ടാണ് MA ബേബിയുടെ തേരോട്ടം. കുണ്ടറയിൽ സീറ്റ് നൽകാത്ത വിവാദപരമായ തീരുമാനത്തെക്കുറിച്ചും MA ബേബി തുറന്നടിക്കുകയാണ്. ടേം കണ്ടീഷൻ ഉണ്ടാക്കിയത് ആരെ തേക്കാനാണ് എന്നുള്ളത് കൃത്യമായി പൊതുവേദിയിൽ വെച്ച് വരെ പറയാൻ മടിയില്ലാത്ത ആളാണ് MA ബേബി. ഒരുപക്ഷെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ പിണറായി വിജയനെ കൃത്യമായി രൂക്ഷമായ ഭാഷയിൽ പാർട്ടിക്കകത്തു നിന്നും വിമർശിച്ച വ്യക്തി എന്ന രീതിയിലാണ് MA ബേബിയെ എല്ലാ തരത്തിലും ഒതുക്കാൻ പിണറായി വിജയൻ അന്ന് മുതലേ ശ്രമിച്ചത്. അന്ന് മുതലേ പിണറായി വിജയൻ്റെ കണ്ണിലെ കരടാണ് MA ബേബി. ഇപ്പോൾ ഗത്യന്തരമില്ലാതെ പാർട്ടിക്ക് അദ്ദേഹത്തിന് ജനറൽ സെക്രട്ടറി ആക്കേണ്ടി വന്നെങ്കിലും സംസ്ഥാന ഭരണമുള്ള ഏക പ്രദേശം കേരളമായതിനാൽ കേരളത്തിലെ പാർട്ടി സെക്രട്ടറിയുടെ അത്രയൊന്നും വില ദേശീയ സെക്രട്ടറിക്ക് ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളെയാണ് MA ബേബി പൊളിച്ചെടുക്കുന്നത്. MA ബേബി കൃത്യമായി പറയുന്നു, കേരളത്തിൽ ഒരേ ഒരു MP ആണ് CPIMനുള്ളത്. വളരെ വൈകാതെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതും അപ്രത്യക്ഷമാകും. അപ്പോൾ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ CPIMന് ഇനി MP മാരെ കിട്ടൂ. തമിഴ്നാട്ടിലും രാജസ്ഥാനിലുമായി 3 MP മാരാണ് ഉള്ളത്. അതും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നതുകൊണ്ട് മാത്രം CPIMന് കിട്ടിയ MP മാരാണ് അവർ. സുവെങ്കടേശനും അമ്രാറാമും ഒക്കെ ആ ഇനത്തിൽ പെടുന്നു. കേരളത്തിൽ നിന്നുള്ള K രാധാകൃഷ്ണൻ പാർലമെൻറ്റിൽ പോയിട്ട് ഒരു കോമാളിയെ പോലെ ഇരിക്കേണ്ട അവസ്ഥയാണ്. ഇവിടെയാണ് MA ബേബിയുടെ കുശാഗ്ര ബുദ്ധി വർക്കൗട്ടാകുന്നത്. MA ബേബി പറയുന്നുണ്ട്, കോൺഗ്രസുമായി സഖ്യം അതാണ് ഏറ്റവും അഭികാമ്യം. അതിനുവേണ്ടി കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രമൊന്നും എനിക്ക് കേൾക്കേ വേണ്ട എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത്.